തൃശൂർ പാവറട്ടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി രക്ഷിക്കാൻ ശ്രമിച്ച അയൽവാസിക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. പാവറട്ടി KK റോഡിലെ താമസക്കാരിയായ 70 വയസ്സുകാരി ഡോളിയാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ മകൻ ബെൻഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. പാവറട്ടി KK റോഡിലെ താമസക്കാരിയായ കോഴിപ്പറമ്പിൽ വീട്ടിൽ ചെറിയാന്റെ ഭാര്യ ഡോളിയാണ് മരിച്ചത്. 70 വയസ്സുകാരിയായ ഡോളിയും മകൻ ബെൻഹറും ഒരുമിച്ചായിരുന്നു താമസം. ഇന്ന് രാവിലെ പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ഡോളിക്ക് പിന്നിലെത്തി കെട്ടിപ്പിടിച്ച ശേഷം മകൻ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവശേഷം ബെൻഹർ വീടിനകത്ത് കയറുകയും വെട്ടുകത്തി എടുത്തു വന്ന് വീണ്ടും ഡോളിയെ തുരുതുര വെട്ടുകയും ചെയ്തു. ഇത് കണ്ട അയൽവാസിയായ ഡേവിസ് ഓടിയെത്തി പ്രതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. തൊട്ടു പിന്നാലെ ഡേവിസിനെയും ബെൻഹർ ആക്രമിച്ചു. ഒഴിഞ്ഞു മാറിയതിനാലാണ് കാര്യമായ പരിക്കേൽക്കാതെ ഡേവിസ് രക്ഷപ്പെട്ടത്. അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. മകനാണെങ്കിൽ ഒരു വൈകാരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു വിഷമമുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു സ്വപ്നമാണത്. വെട്ടുകത്തി കൊണ്ട് അമ്മയെ ബാക്കിൽ വെട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞതും. ഞാൻ ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ഒരു സീനായിരുന്നു. അതിമാരകമായി പരിക്കേറ്റ ഡോളിയെ ഉടൻ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ ഇവർ മരിച്ചു. നാട്ടുകാർ ചേർന്ന് തടഞ്ഞുവെച്ച ബെൻഹറിനെ പാവറട്ടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. ദീർഘനാളുകളായി മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാൾ മുൻപ് ലഹരിക്ക് അടിമയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രതിയും അമ്മയും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാവുക പതിവായിരുന്നുവെന്നും കൊലപാതകത്തിന് കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മറ്റന്നാളായിരിക്കും ഡോളിയുടെ സംസ്കാരം. ന്യൂസ് മലയാളം, തൃശൂർ.